മക്കളെ, ഇന്ത്യയിലെ പ്രസ്റ്റീജിയസ് യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലെ ഡിഗ്രി കോഴ്സുകളെ കുറിച്ചാണ് സംസാരിക്കുന്നത്. JNU എന്ന് പറയുന്നത് ഇന്ത്യയിലെ തന്നെ ടോപ്പ് മോസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഒന്നാണ്. ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള കോഴ്സുകൾ ഡിഗ്രി തലത്തിലും PG തലത്തിലും PhD ലെവലിലും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന വലിയ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി ഉള്ള ഇന്ത്യയിലെ വൺ ഓഫ് ദി പ്രൈം ക്യാമ്പസ് എന്ന് പറയാൻ പറ്റുന്ന സ്വഭാവത്തിലുള്ള ക്യാമ്പസ് ആണ് JNU. ഒരുപാട് പ്രമുഖരായിട്ടുള്ള ആളുകൾ പഠിച്ചിറങ്ങിയ ക്യാമ്പസ് കൂടിയാണ് JNU എന്ന് പറയുന്നത്. വലിയ വലിയ രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ അതുപോലെ തന്നെയുള്ള ഇന്ത്യയിലെ നാഷണൽ ക്യാപിറ്റൽ സ്ഥിതി ചെയ്യുന്ന ഒരു യൂണിവേഴ്സിറ്റി എന്നുള്ള നിലയ്ക്ക് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു യൂണിവേഴ്സിറ്റി കൂടിയാണ് ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. മനോഹരമായിട്ടുള്ള ക്യാമ്പസ് ആണ്. ക്യാമ്പസിനകത്ത് തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി നോക്കിക്കഴിഞ്ഞാൽ കാണാൻ വേണ്ടി സാധിക്കും. വളരെ മനോഹരമായിട്ടുള്ള ബിൽഡിങ്ങുകൾ, നല്ല ലൈബ്രറി സംവിധാനങ്ങൾ, 8 നിലകളുള്ള ലൈബ്രറി ഉണ്ട് JNU എന്നാണ് പറയുന്നത്. അപ്പം JNU എന്ന് പറയുന്നത് ക്യാമ്പസിനകത്ത് തന്നെ ഹോസ്റ്റൽ സംവിധാനങ്ങളുണ്ട്. ഹോസ്റ്റലുകളും അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെന്റുകളും വ്യത്യസ്തമായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന മനോഹരമായിട്ടുള്ള ബ്യൂട്ടിഫുൾ ക്യാമ്പസിൽ നിങ്ങൾക്ക് ഡിഗ്രി ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതും CUT എക്സാമിനേഷൻ വഴി. വളരെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്നത് മറ്റു യൂണിവേഴ്സിറ്റികളെ പോലെ വിശാലമായി കുറേ കോഴ്സുകളൊന്നും JNU പ്രൊവൈഡ് ചെയ്യുന്നില്ല. വളരെ കുറഞ്ഞ കോഴ്സുകൾ മാത്രമേ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. അതും ഫോറിൻ ലാംഗ്വേജ് കോഴ്സുകളാണ് പ്രധാനപ്പെട്ട കോഴ്സുകൾ. ഏതൊക്കെയാണ് കോഴ്സുകൾ നോക്കുക. നിങ്ങൾക്ക് ചിത്രത്തിൽ കാണാൻ പറ്റുന്ന പോലെ തന്നെ JNUവിന്റെ ക്യാമ്പസ് എന്ന് പറയുന്ന മനോഹരമായിട്ടുള്ള ക്യാമ്പസ് ആണ്. ഡൽഹി നാഷണൽ ക്യാപിറ്റൽ സ്ഥിതി ചെയ്യുന്ന ഒരു യൂണിവേഴ്സിറ്റി എന്നുള്ളവർക്ക് നിങ്ങൾക്ക് ഡൽഹിയിലെ എന്തൊക്കെ എക്സ്പോഷർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ ആ എക്സ്പോഷർ ഒക്കെ നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതാണ്. നിങ്ങൾക്ക് മുനീർക്ക എന്ന് പറഞ്ഞ സ്ഥലത്താണ് JNU സ്ഥിതി ചെയ്യുന്നത് ഡൽഹിയിൽ. അപ്പോൾ നിങ്ങൾക്ക് മെട്രോ അവൈലബിലിറ്റിയും JNUവിൻ്റെ അടുത്ത് തന്നെ മെട്രോ സ്റ്റേഷൻ സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ JNUവിൻ്റെ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറെ തന്നെ ഒരു ലോകമാണ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുക. അവിടെ നിങ്ങൾക്ക് ക്യാമ്പസ് അറ്റ്മോസ്ഫിയർ ഉണ്ട്, നൈറ്റ് വൈബ് ഉണ്ട്, എല്ലാവിധ സംവിധാനങ്ങളുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ കൂടിയാണ് JNU എന്ന് പറയുന്നത്. JNUവിലുള്ള ഡിഗ്രി കോഴ്സുകൾ, പ്രത്യേകിച്ച് നിങ്ങൾ ഫോറിൻ ലാംഗ്വേജ് കോഴ്സുകൾ, നമ്മളിവിടെ ഒന്നും പരിചയമില്ലാത്ത സ്വഭാവത്തിലുള്ള വളരെ വ്യത്യസ്തമായിട്ടുള്ള ഫോറിൻ ലാംഗ്വേജ് കോഴ്സുകൾ ഓപ്ഷൻ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് JNU മികച്ചൊരു ഓപ്ഷനാണ്. മറ്റ് അങ്ങനത്തെ ഡിഗ്രി കോഴ്സുകൾ അതർ ദാൻ മറ്റ് BCom കോഴ്സുകൾ, BBA പോലുള്ള കോഴ്സുകളൊന്നും നമ്മുടെ അവൈലബിൾ അല്ല. ഈ കോഴ്സുകൾ മാത്രമേ JNUവിൽ അവൈലബിൾ ഉള്ളൂ. ബി ഓണേഴ്സ് പെഷ്തോ എന്ന് പറഞ്ഞിട്ടുള്ള കോഴ്സ്, പെഷ്തോ ഫോറിൻ ലാംഗ്വേജ് സബ്ജക്റ്റുകളാണ്. ഇംഗ്ലീഷും ജനറൽ ടെസ്റ്റുമാണ് എഴുതേണ്ടത്. 45% മാർക്കോടുകൂടി നിങ്ങൾ +2 പാസ്സായിരിക്കണം എന്നുള്ളതാണ് ബേസിക് എലിജിബിലിറ്റി. പേർഷ്യൻ ഉണ്ട്. ഇതൊക്കെ ഈ പറയുന്ന പോലെ പഴയകാല നാഗരികതയുമായി ബന്ധപ്പെട്ട് പേർഷ്യനൊക്കെ വളരെ പ്രധാനപ്പെട്ട ലാംഗ്വേജ് ആണ്. ആ സ്വഭാവത്തിൽ ഇംഗ്ലീഷും ജനറൽ ടെസ്റ്റും എഴുതി കഴിഞ്ഞാൽ ഈ പറയുന്ന ഫോറിൻ ലാംഗ്വേജ് ഒക്കെ എഴുതാനുള്ള ബേസിക് എലിജിബിലിറ്റി, അതിലേക്ക് എൻട്രി ചെയ്യാനുള്ള ബേസിക് എലിജിബിലിറ്റി ഇംഗ്ലീഷും ജനറൽ ടെസ്റ്റുമാണ്. സാധാരണഗതിയിൽ നിങ്ങൾ വിചാരിക്കും ഒരു പക്ഷേ ഫോറിൻ ലാംഗ്വേജ് സബ്ജക്റ്റിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ സെക്ഷൻ 1B ഫോറിൻ ലാംഗ്വേജ് ഒക്കെ എടുക്കണം, അല്ലെങ്കിൽ പേർഷ്യൻ പഠിക്കണം, അല്ലെങ്കിൽ പഷ്തോ പഠിക്കണം എന്നുള്ളത്. അങ്ങനെയൊന്നുമില്ല. ഇതൊക്കെ നിങ്ങൾക്ക് CUT പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും പക്ഷേ നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടില്ല, നിങ്ങൾ ഇംഗ്ലീഷും ജനറൽ ടെസ്റ്റും എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് ഈ സബ്ജക്റ്റിലേക്കൊക്കെ എത്തിപ്പെടാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ്. അറബിക് ഉണ്ട്. അറബിക് ഇന്റർനാഷണലി തന്നെ ഒരുപാട് സാധ്യതയുള്ള സബ്ജക്റ്റാണ്. അതുപോലെ തന്നെ ജാപ്പാനീസ് ഉണ്ട്. ജാപ്പാനീസ് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു സബ്ജക്റ്റാണ്. കൊറിയൻ ഉണ്ട്. കൊറിയനിലും എല്ലാത്തിനെയും ബേസിക് എലിജിബിലിറ്റി ക്രൈറ്റീരിയ സെയിം ആണ്. വീണ്ടും പറയുന്നില്ല. 45% കൂടി +2 പാസ്സാവുക, ഇംഗ്ലീഷും ജനറൽ ടെസ്റ്റും ഡൊമൈൻ സ്പെസിഫിക് സബ്ജക്റ്റ് ആയിട്ട് നിങ്ങൾ എഴുതുക എന്നുള്ളതാണ്. ചൈനീസ് വരുന്നുണ്ട്. ചൈനീസ് ഈ പറയുന്ന പോലെയുള്ള അതാണ്. ഫ്രഞ്ച് വരുന്നുണ്ട്. അതുപോലെ തന്നെ ജർമ്മൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ സ്പാനിഷ് വരുന്നുണ്ട്. അതുപോലെ തന്നെ റഷ്യൻ വരുന്നത്. ഇതൊക്കെ വ്യത്യസ്തമായിട്ടുള്ള സാധ്യതകൾ, അൺലിമിറ്റഡ് ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഫോറിൻ ലാംഗ്വേജ് സബ്ജക്റ്റാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കോഴ്സ് ഉണ്ട്. ഇതൊരു ഡിഫറൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റാണ്. ഈ ഒരു മേഖലയിലേക്കൊക്കെ പോകാൻ താല്പര്യമുള്ള ആളുകൾക്ക് പ്രിഫർ ചെയ്യാവുന്ന കോഴ്സാണെന്ന് മാത്രമേ പറയാനുള്ളൂ. ആയുർവേദ ബയോളജി എന്ന് പറഞ്ഞിട്ടുള്ള കോഴ്സ് ഉണ്ട്. സംസ്കൃതം, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഓർ മാത്സും ജനറൽ ടെസ്റ്റുമാണ് നിങ്ങൾ എഴുതേണ്ടത് എന്നുള്ളതാണ് പറയുന്നത്. ഇതേ ക്രൈറ്റീരിയ തന്നെയാണ് വരുന്നത്. പിന്നെ കുറച്ച് സർട്ടിഫിക്കേഷൻ പ്രോഗ്രാംസ് ആണ് ഉള്ളത്. സർട്ടിഫിക്കറ്റ് ഓഫ് പ്രൊഫിഷ്യൻസി, COP പ്രോഗ്രാംസ് എന്ന് പറയും. അത് ഈ പറയുന്ന പോലെ സംസ്കൃത്, പാലി, സംസ്കൃത്, കമ്പ്യൂട്ടേഷണൽ ലിംഗ്വിസ്റ്റിക്സ്, യോഗ, ഫിലോസഫി ആൻഡ് വേദിക് കൾച്ചർ, ഉറുദു, മംഗോളിയൻ തുടങ്ങിയിട്ടുള്ള സബ്ജക്റ്റുകളിലേക്കാണ്. അതിനും ഇംഗ്ലീഷും ജനറൽ ടെസ്റ്റുമാണ് എഴുതേണ്ടത്. ബേസിക് എലിജിബിലിറ്റി 45% എന്നുള്ള. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഫോറിൻ ലാംഗ്വേജിൽ ഒരു എക്സ്പ്ലോറേഷൻ നടത്തണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ, നേരത്തെ നമ്മൾ ഇഫ്ലുവിനെ കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇഫ്ലു അതുപോലെ തന്നെയുള്ള ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജസ് യൂണിവേഴ്സിറ്റി ഇന്ത്യയിൽ ഫോറിൻ ലാംഗ്വേജ് പഠിക്കാൻ പറ്റിയ ഒരു പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ഹൈദരാബാദ് സ്ഥിതി ചെയ്യുന്ന. അതുപോലെ തന്നെയുള്ള മറ്റൊരു യൂണിവേഴ്സിറ്റി കൂടിയാണ് JNU എന്ന് പറയുന്നത്. JNU ആ അർത്ഥത്തിൽ നിങ്ങൾക്ക് ലാംഗ്വേജ് പഠിക്കുക എന്നുള്ള സ്വഭാവത്തിൽ മാത്രമല്ല, ക്യാമ്പസ് എന്നുള്ള സ്വഭാവത്തിൽ തന്നെ നിങ്ങൾക്ക് വലിയ നിങ്ങളുടെ ഒരു ചിന്താഗതിയെ തന്നെ മാറ്റിമറിക്കാൻ സാധ്യതയുള്ള വലിയ ഓപ്ഷൻസ് പ്രൊവൈഡ് ചെയ്യുന്ന, നിങ്ങളുടെ കരിയറിൽ തന്നെ വലിയ ലാൻഡ്മാർക്ക് ആവാൻ സാധ്യതയുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റി കൂടിയാണ് JNU എന്ന് പറയുന്നത്. JNUവിൽ പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കുകയും ചെയ്യാവുന്നതാണ്. അപ്പോൾ മക്കളെ, താങ്ക് യു, ഗുഡ് ബൈ.